അജുവിന് ഒരുപാട് വേഷങ്ങൾ കിട്ടിക്കഴിഞ്ഞു. അജു കാത്തിരിക്കുന്ന വേഷം ഏതാ? വടക്കൻ വീരഗാഥയിലെ ഒന്നും വേണ്ട, ഞാൻ ചോദിച്ചെന്നുള്ളേ ഉള്ളൂ. അല്ലേ, അവനവന്റെ ഇഷ്ടം പോലെ. ഇല്ല, അങ്ങനെ വേഷങ്ങൾ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രസിക്കുന്ന വേഷം അതേ ഉള്ളൂ. അല്ലാതെ നമ്മളല്ല ഓർത്തിരിക്കാവുന്ന വേഷങ്ങൾ കിട്ടിയ സന്തോഷം. അപ്പൊ ഈ പോലീസ് വേഷങ്ങൾ കുറേ ചെയ്തില്ലയോ? കുറച്ച് ചെയ്തു. അത് ടൈപ്പ് കാസ്റ്റ് ആയോ? ഇല്ല. ഇനിയും വരാനുണ്ട് പോലീസ് കാസ്റ്റ് ആകുന്നത്. ഞാൻ അങ്ങനെ ബോധർ ചെയ്യാറില്ല. മിന്നൽ മുരളിയിലെ പോലീസ്, മിന്നൽ മുരളിലെ പോലീസായിരുന്നു, ഹെലനിലെ പോലീസായിരുന്നു, കേരള ക്രൈം ഫയൽസിലെ പോലീസായിരുന്നു. പോലീസ് ഇനിയും പക്ഷേ പോലീസുകാർ ഇഷ്ടംപോലെ. കാര്യം എന്താ പറയുക, പോലീസുകാർ തന്നെ എന്തെല്ലാം ടൈപ്പ് ആൾക്കാരുണ്ട്. വരാനുണ്ട്. പോലീസ് ചെയ്യാൻ രസമാണ്. അല്ല, കയ്യിലിരിപ്പുണ്ട്. പോലീസ് സ്റ്റേഷൻ കയറിയിട്ടുണ്ടോ? ഇല്ല. അല്ല, എനിക്ക് തോന്നുന്നു എന്തോ പിടിച്ചു പറിക്കണം. അല്ല, അജു പിടിച്ചു പറിച്ചല്ല, അജുവിനെ പിടിച്ചു പറിച്ചതിന് അജു തിരിച്ചാ. ബൈക്കിന്റെ RC ബുക്ക് എന്തോ ഇല്ലാത്തത് പിന്നെ കൊണ്ട് തരണം എന്ന് പറയാൻ. അങ്ങനെയുള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 60,000 രൂപ ചോദ്യം. ഓക്കെ, ക്വസ്റ്റ്യൻ പ്ലീസ്. രണ്ട് സഹോദരങ്ങൾ ജനിച്ചത് വേനൽക്കാലത്തും മഴക്കാലത്തുമായിട്ടാണ്. ഒരു ആൺകുട്ടി, ഒരു പെൺകുട്ടി. കേട്ടോ, രണ്ട് സഹോദരങ്ങൾ. പെൺകുട്ടി ജനിച്ചത് മഴക്കാലത്തല്ല, എങ്കിൽ വേനൽക്കാലത്ത് ജനിച്ചത് ആരാണ്? എന്നൂടെ പറയാം. രണ്ട് സഹോദരങ്ങൾ ജനിച്ചത് വേനൽക്കാലത്തും മഴക്കാലത്തുമായിട്ടാണ്. ഒന്നൊരാൺകുട്ടി, ഒന്നൊരു പെൺകുട്ടി. ഈ പെൺകുട്ടി ജനിച്ചത് മഴക്കാലത്തല്ല, എങ്കിൽ വേനൽക്കാലത്ത് ജനിച്ചത് ആരാണ്? രണ്ട് സഹോദരങ്ങൾ ജനിച്ചത് വേനൽക്കാലത്തും മഴക്കാലത്തുമായിട്ടാണ്. അതെ. പെൺകുട്ടി ജനിച്ചത് മഴക്കാലത്തല്ല, അതിന്റെ അർത്ഥം വേനൽക്കാലത്ത്. അപ്പൊ വേനൽക്കാലത്ത് ജനിച്ചാരാണ്? പെൺകുട്ടി. 60,000 പോയാ? 60,000 പോയി കിട്ടി എനിക്ക്. ഉത്തരം ശരിയാണ്. അത് കിടിലോ കേട്ടോ. അജു, ഇത് ടെലികാസ്റ്റ് കാണുന്ന ആളുകളുണ്ടല്ലോ, അജുവിനെ വേറൊരു പ്ലെയിനിലേക്ക് പ്രതിഷ്ഠിക്കും. ഇതുവരെയുള്ള പ്ലെയിൻ അല്ല അത്. ഞാൻ പ്ലെയിൻ മറിക്കാനുള്ള ശ്രമത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ കിടിലമായി. കൺഗ്രാജുലേഷൻ. താങ്ക് യു. അജു, ഞാൻ വിചാരിച്ച സൈസ് അല്ല അജു, ഐറ്റം വേറെ. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക്. 70,000 രൂപ ചോദ്യം. ഇങ്ങനൊരു ബുദ്ധിശാലിയായ അയൽവാസി എൻ്റെ അടുത്ത് എനിക്ക് എന്തെങ്കിലും ഒരു സംശയം വന്നാൽ ചോദിക്കാൻ ആളായല്ലോ. എനിക്കൊരു ഡൗട്ട് എന്ന് തോന്നി. നിങ്ങൾ കൈയടിക്കൂ. ഓക്കെ, അപ്പൊ 70,000 രൂപ ചോദ്യം. 70,000. ഇതും സൂപ്പർ ചോദ്യമാണ്. 5 പൂച്ചയ്ക്ക് 5 എലിയെ പിടിക്കാൻ 5 മിനിറ്റ് വേണം. എന്നാൽ ഒരു പൂച്ചയ്ക്ക് ഒരു എലിയെ പിടിക്കാൻ എത്ര സമയം വേണം? 5 പൂച്ചയ്ക്ക് 5 എലിയെ പിടിക്കാൻ 5 മിനിറ്റ്. എന്നാൽ ഒരു പൂച്ചയ്ക്ക് ഒരു എലിയെ പിടിക്കാൻ എത്ര നേരം വേണം? സൂക്ഷിച്ച് ആലോചിച്ച് ഉത്തരം പറയണം. 70,000 രൂപ ചോദ്യം. 5 പൂച്ചയ്ക്ക് 5 എലിയെ പിടിക്കാൻ 5 മിനിറ്റ്. അതാണ്. അപ്പൊ ഒരു പൂച്ചയ്ക്ക് 5 മിനിറ്റ് എന്താണേലും വേണമല്ലോ. അപ്പൊ ഉത്തരം 5 മിനിറ്റ്. ഉത്തരം ശരിയാണ്. ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് യഥാർത്ഥത്തിൽ അജു വർഗീസ് എന്ന് പറയുന്ന ഒരു ഇന്റലക്ച്വലിന്റെ പിറവി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ചേട്ടൻ ഒരു ഉദയം. എന്റെ ഒരു കുഴപ്പം.